എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാഹുൽ ചന്ദ്രശേഖരൻ എന്നാണ്. കേരളകൗമുദി കോട്ടയം യൂണിറ്റിലെ ബ്യൂറോ ചീഫാണ്. എൻ്റെ അടുത്തുള്ളത് പരസ്യ വിഭാഗം സീനിയർ മാനേജർ, മാർക്കറ്റിംഗ് വിഭാഗത്തിലെ സീനിയർ മാനേജർ അജികുമാർ ടി ആണ്. അത്രയുള്ളത് സപ്ലൈഷൻ വിഭാഗത്തിലെ അസിസ്റ്റന്റ് മാനേജർ ലെനിൻ മോനാണ്. മാർക്കറ്റിംഗ് ഓഫീസർ എം ഷമീർ എന്നിവരാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. കേരളകൗമുദി അതിൻ്റെ 115-ാം വാർഷികം ആഘോഷിക്കുകയാണ് സംസ്ഥാനമെമ്പാടും. അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനമെമ്പാടുമുള്ള വിവിധ യൂണിറ്റുകൾ അതിൻ്റെ 115-ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോട്ടയം യൂണിറ്റ് പൂഞ്ഞാറിൽ വെച്ച് ഒരു വലിയൊരു ഇവന്റും വലിയൊരു ആഘോഷ പരിപാടികളുമായിട്ട് ഈവ് 2K26 എന്ന പേരിൽ ഈ വരുന്ന മാർച്ച് 7-ാം തീയതി വൈകിട്ട് 5 മണിക്ക് പൂഞ്ഞാറിൽ വെച്ച് വലിയൊരു പരിപാടി, അതിൻ്റെ കൂടെ സ്റ്റീഫൻ ദേവസി ഷോയും കൂടെ ആ രീതിയിലേക്ക് വലിയൊരു പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പത്രസമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. മാർച്ച് 7-ാം തീയതി വൈകിട്ട് 5 മണിക്ക് പൂഞ്ഞാർ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഏതാണ്ട് 3000-ഓളം ആളുകളെ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ ഇവന്റും ആഘോഷ പരിപാടികളും ഒക്കെ ആയിട്ട് എല്ലാം കൂടെ ഒരു ഗംഭീര പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം മന്ത്രി ശ്രീ VN വാസവനാണ് ഉദ്ഘാടനം ചെയ്തത്. ബഹുമാനപ്പെട്ട MP ശ്രീ ആന്റോ ആന്റണി അതിനകത്ത് മുഖ്യാതിഥിയായിട്ട് മുഖ്യ പ്രസംഗം നടത്തും. ഗോവ ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ ശ്രീ ജ്യോതിസ് മോഹൻ ആമുഖ പ്രസംഗം നടത്തും. കേരളകൗമുദിയുടെ കോട്ടയം യൂണിറ്റ് ചീഫ് ശ്രീ R ബാബുരാജ് അധ്യക്ഷത വഹിക്കും. ഒപ്പം തന്നെ പൂഞ്ഞാർ SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനവ മോഹൻ, BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ശ്രീ ഷോൺ ജോർജ് എന്നിവർ മുഖ്യാതിഥികളാവും. ജില്ലാ പഞ്ചായത്ത് അംഗമാർ ശ്രീകല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ക്ലിന്റ് അരിപ്ലാക്കൽ, പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പൂഞ്ഞാർ NSS കരയോഗം പ്രസിഡന്റുമായ അനിൽകുമാർ മഞ്ഞപ്ലാക്കല്, പാലാ DYSP ശ്രീ K സദൻ, സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ സിബി മഞ്ഞക്കുന്നേൽ, പൂഞ്ഞാർ സെന്റ് മേരീസ് കൊറോന പള്ളി വികാരി ഫാദർ തോമസ് പനേക്കുഴി, SMV ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് ഹെഡ്മാസ്റ്ററായ നന്ദകുമാർ രാമവർമ്മ എന്നിവര് സംസാരിക്കും. ഒപ്പം തന്നെ കേരളകൗമുദിയുടെ ബ്യൂറോ ചീഫ് രാഹുൽ ചന്ദ്രശേഖർ സ്വാഗതവും സ്പെഷ്യൽ കറസ്പോണ്ടന്റ് നന്ദിയും പറയും. ഈ ചടങ്ങിനോടനുബന്ധിച്ച് പൂഞ്ഞാറിലെയും ഈരാറ്റുപേട്ടയിലെയും പ്രമുഖ വ്യക്തിത്വങ്ങളെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. അതില് ഒപ്പം തന്നെ ചലച്ചിത്ര താരം മീനാക്ഷി അനൂപ്, സ്റ്റീഫൻ ദേവസിയ, ഇവിടുത്തെ ലയൺസ് ക്ലബിന്റെ ഭാരവാഹികള്, ടീം എമർജൻസി എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മയുടെ പൂഞ്ഞാറ് മണിമല ഈരാറ്റുപേട്ട യൂണിറ്റുകളെ ആദരിക്കും. അപ്പൊ പെരിങ്ങളത്തുള്ള തമിഴ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അംഗങ്ങളെയും ആദരിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണ് ഏതാണ്ട് 7 മണിയോടെ കൂടിയാണ് സ്റ്റീഫൻ ദേവസി ഷോ അരങ്ങേറുക. അതിൽ സ്റ്റീഫൻ ദേവസിയുടെ ബാൻഡ് പ്രത്യേകമായിട്ട് ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് ഗ്രൗണ്ടിലെ വിപുലമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 3000-ഓളം പേരെ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്ര തന്നെ ആളുകളുണ്ടാവും. പ്രവേശനം സൗജന്യ പാസ് മൂലമാണ് പ്രവേശനം, പക്ഷെ പ്രവേശനം സൗജന്യമാണ്. അങ്ങനെ അത്തരത്തില് പൂഞ്ഞാറ, ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, പാല അടക്കമുള്ള വിവിധ മേഖലയിൽ നിന്നുള്ള നല്ലവരായ കലാ ആസ്വാദകരെ നമ്മൾ ഈ ചടങ്ങിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പൂഞ്ഞാറിലെയും ഈ പരിസര പ്രദേശത്തെ എല്ലാ ആളുകളെയും, കേരളകൗമുദിയെ സ്നേഹിക്കുന്ന കേരളകൗമുദി കുടുംബാംഗങ്ങളെയും തുടർന്നുള്ള പരിപാടികളിൽ പങ്കെടുക്കും. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അല്ല, പൂഞ്ഞാറില് എന്നല്ല, സ്റ്റീഫൻ ദേവസിയിൽ ആഗോളമായിട്ട് മലയാളികളെ മുഴുവൻ കോരിത്തരിപ്പിക്കുന്ന ഒരു സംഗീത സംവിധായകനാണ്, സംഗീതജ്ഞനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കലാവൈഭവം പൂഞ്ഞാറിൽ കൂടി എത്തിക്കണം എന്നോട് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവന്റ് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് സ്റ്റീഫൻ ദേവസി ആയിക്കൂടാന്ന് തീരുമാനിക്കുന്നു. സാധാരണ കോട്ടയത്ത് ഏതാണ്ട് കോവിഡിന് ശേഷം ഓരോ ഇവന്റുകളും ഞങ്ങൾ ഇങ്ങനെ സംഘടിപ്പിക്കാറുണ്ട്. കേരളത്തിൽ വിവിധ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. അത് കഴിഞ്ഞ കുറെ കാലങ്ങളായി സംഘടിപ്പിക്കാറുണ്ട്. അപ്പം അതായത് നമുക്ക് കോട്ടയം യൂണിറ്റിന്റെ തല വാർഷികം ഉണ്ടായിരുന്നു. രജതോത്സവം എന്ന പേരിൽ നമ്മൾ കോട്ടയം ഏറ്റുമാനൂര് തുടർന്ന് 1 വർഷം നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. അപ്പൊ ഈ പ്രാവശ്യം 115-ാം വാർഷികം കേരളകൗമുദിയുടെ പത്രം തുടങ്ങിയിട്ട് 115-ാം വാർഷികത്തിന്റെ ആദ്യ ആഘോഷമാണ്. അത് പൂഞ്ഞാറിലെ ആളുകളും ഈരാറ്റുപേട്ടയിലെ ആളുകളും ഈ സമീപ പ്രദേശത്തുള്ള എല്ലാ ആളുകളും കലാകാരന്മാരും കലയെ സ്നേഹിക്കുന്ന ആളുകളാണ്. അപ്പൊ അത്രയും വലിയൊരു ഇവന്റ് നടത്തുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ 2 ആഴ്ച മുന്നേ അദ്ദേഹം പെരിങ്ങളത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു
വടംവലിയുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു ട്രയൽ അദ്ദേഹം നടത്തിയപ്പോൾ തന്നെ കാണികളൊക്കെ ഭയങ്കര ആവേശത്തിലായിരുന്നു. അപ്പൊ അത് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് മാർച്ചിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞതാണ്. ഞങ്ങളുടെ പ്രോഗ്രാമിൽ വരാമെന്ന് ഏറ്റു. അങ്ങനെ വരുന്നു. അപ്പം നമ്മുടെ നാട്ടിലുള്ള ആളുകളിലൂടെ അദ്ദേഹത്തിന്റെ നമ്മളെപ്പോഴും ടി വി മാത്രം കാണുന്ന, എല്ലാ ദിവസവും ടി വി കാണുന്ന സ്റ്റീഫൻ ദേവസിയുടെ പ്രോഗ്രാം നേരിട്ട് കാണട്ടെ, അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. മെട്രോപൊളിറ്റൻ സിറ്റികളിൽ മാത്രം അല്ലെങ്കിൽ പ്രധാന നഗരങ്ങളിൽ മാത്രം ഷോകൾ നടത്തുന്നതാണ്. അതുപോലെ തന്നെ ഫീസ് കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ ചോദ്യത്തിന്റെ പ്രസക്തി. അല്ല, അദ്ദേഹം വലിയ എന്താ അദ്ദേഹത്തിന്റെ ടിക്കറ്റില് വലിയ മാളുകളിലെ മെട്രോപൊളിറ്റൻ സിറ്റികളെ മറ്റ് രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ നടത്തുന്ന പരിപാടികളാണ്. അത് നമുക്ക് നാട്ടിലേക്ക് അദ്ദേഹത്തെ ഒന്നും കാണാൻ പോലും പറ്റാത്ത ചിലപ്പോൾ സാധാരണക്കാരായ ആളുകൾ കൂടി അദ്ദേഹത്തിന്റെ സംഗീതം നേരിട്ട് കാണാനുള്ള അവസരം കൂടിയാണ് നമ്മൾ ലഭ്യമാക്കുന്നത്. അതെ.